തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നഗരസഭ 1-ാം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ഷെയ്നി മാത്യു ആണ് ഉള്ളത്. ഇതേ ഡിവിഷനിലെ മുൻ കൗൺസിലർ കൂടിയായ ഷെയ്നി മാത്യുവിന് വിജയം സംബന്ധിച്ച യാതൊരു ആശങ്കയുമില്ല. വീടുവിടാന്തരമുള്ള പ്രചരണത്തിലാണ് ഷെയ്നി മാത്യുവും സഹപ്രവർത്തകരും ഇപ്പോൾ പ്രധാന ഊന്നൽ നൽകുന്നത്. ഡിവിഷന്റെ സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും ടൂറിസം കേന്ദ്രമായ ഡിവിഷനിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ടെന്നും ഷെയ്നി മാത്യു വ്യക്തമാക്കി. ഷെയ്നി മാത്യുവിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. അപ്പൊ നമ്മുടെ ചാനലിൽ സ്ഥാനാർത്ഥിയോടൊപ്പം എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പൊ ആ പരിപാടിയിൽ 1-ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ഷെയ്നി മാത്യുവിനുമായിട്ട് സംസാരിക്കാൻ വന്നതാണ്. അപ്പൊ നമ്മള് പ്രചരണം തുടങ്ങി, നോമിനേഷൻ ഇന്നലെ കൊടുത്തു. ഈ സമയത്ത് ഈ കാലയളവില് വോട്ടർമാരിൽ നിന്നുള്ള നമ്മുടെ അനുഭവം എന്താണ്, പ്രതികരണം എന്താണ്? ഞാൻ ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിന്നതുകൊണ്ട് തന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അത് നല്ല പ്രതികരണമാണ് എല്ലാവരുടെ അടുത്തുനിന്നും ലഭിക്കുന്നത്. പിന്നെ ഇതൊരു കോൺഗ്രസിന്റെ ഒരു ഏരിയ ആണ് അത്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജും എനിക്കുണ്ട്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പ്രചരണം പോകുന്നു. ഒരു ഘട്ടം എല്ലാ വീടുകളിലും കയറി കഴിയാറായിട്ടുണ്ട്. 2-ാം ഘട്ടം നാളെയോ മറ്റന്നാളായിട്ട് തുടങ്ങുന്നതായിരിക്കും. നല്ല റെസ്പോൺസാണ്. ഈ കഴിഞ്ഞ തവണ ഈ ഡിവിഷനിൽ കടുത്ത മത്സരമായിരുന്നു, നമുക്കത് അറിയാവുന്നതാണ്. ഒരു 7 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന ആന്റണി കുരിത്തറ നമുക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പോ വോട്ടർമാര് അപ്പൊ കഴിഞ്ഞ തവണ ഉണ്ടായ ആ ഒരു കടുത്ത പോരാട്ടം ഇപ്പൊ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരിക്കൽ നിന്നതുകൊണ്ട് എനിക്ക് ജനങ്ങളുടെ ഒരു റെസ്പോൺസ് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിലുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ള ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്റേതായ രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വോട്ടർമാര് ചെല്ലുമ്പോൾ, നമ്മുടെ വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഈ ഡിവിഷനിലെ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിവിഷനിലെ നിലവിലുള്ള പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ടോ? തീർച്ചയായിട്ടും അതൊക്കെ പറയാറുണ്ട്. കാരണം ഞാൻ 5 വർഷം നിന്നപ്പോൾ ചെയ്ത ഇതിനിപ്പോ പിന്നെയും 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു. അതെ, അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ചെയ്യാനുള്ള കാര്യങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാലാവസ്ഥയുടെ സാഹചര്യമൊക്കെ വെച്ചിട്ടും പല കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു പൈതൃക മേഖലയാണ്, ടൂറിസം മേഖലയാണ്, കുറെ ഡെവലപ്മെന്റ്സ് വരാനുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ആളുകൾ നമ്മളെ പറയുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതെല്ലാം തീർച്ചയായിട്ടും ജയിച്ചു വന്നാൽ ചെയ്യണം എന്ന് തന്നെ. വീണ്ടും ഒരു തവണ കൂടി ഈ ഡിവിഷന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതി മനസ്സിലുണ്ടോ? മനസ്സിൽ പദ്ധതികളുണ്ട്, അതിപ്പോ ഞാൻ പുറത്തു പറയുന്നില്ല. അത് സമയമാകുമ്പോൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് ആ സമയത്ത് പറയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് നിലവിൽ കൗൺസിലറും നേരത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയിരുന്ന ആളാണ്. വെല്ലുവിളിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്. അതത്ര. പിന്നെ ഇതെല്ലാം എല്ലാവർക്കും അവരവരുടേതായ ഒരു പാർട്ടികളോടുള്ള ഒരു താല്പര്യങ്ങളുണ്ടല്ലോ എല്ലാവർക്കും. അങ്ങനെ വെല്ലുവിളി അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ അവരും വർക്ക് ചെയ്യുന്നു, ഞാനും വർക്ക് ചെയ്യുന്നു. ജനങ്ങൾ ആരെ തെരഞ്ഞെടുക്കുന്നു അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. ജനങ്ങളെ തെരഞ്ഞെടുക്കും എന്നുള്ളതിൽ ശുഭാപ്തി വിശ്വാസമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും നമ്മുടെ ഷെയ്നി മാത്യു 1-ാം ഡിവിഷൻ നിലനിർത്താൻ വേണ്ടി, അതായത് UDFന്റെ കോട്ട എന്നറിയപ്പെടുന്ന 1-ാം ഡിവിഷൻ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള മുൻ കൗൺസിലർ കൂടിയായ പരിചയസമ്പന്നയായ ഷെയ്നി മാത്യുവാണ് നമ്മുടെ 1-ാം ഡിവിഷനിൽ UDFന് വേണ്ടി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും വോട്ടർമാർ ഷെയ്നി മാത്യുവിനെ അംഗീകരിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.